വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മുടെ NTPC അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ഒരുപാട് പേര് നമ്മളോട് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിൻ്റെ സിലബസ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങൾ എന്തൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം 2 ടയറുകളായിട്ട് നടക്കുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ഈ എക്സാമിൻ്റെ ടയർ 1-ൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടത് 3 സബ്ജക്റ്റുകളാണ്. അപ്പോൾ NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തില്ല, ഇംഗ്ലീഷ് ഈ എക്സാമുകൾക്കില്ല. ഇംഗ്ലീഷ് വേണ്ട, അല്ലാതെ തന്നെ മാത്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്, ഈ 3 സബ്ജക്റ്റുകളും പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് നേടാൻ വേണ്ടിയിട്ട് പറ്റും, റെയിൽവേയിൽ വളരെ നല്ല ഒരു ജോലി അതുപോലെ നല്ല സാലറിയും വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഗ്രാമർ കാര്യമായിട്ട് അറിയേണ്ട, ഒക്കെയാ പറയേണ്ട, എന്നാൽ പോലും ഈ ജോലി കിട്ടുമ്പോൾ ഒരുപാട് കുട്ടികളുടെ ഇടയിൽ റെയിൽവേ എന്ന് പറയുന്നത് ഒരു വളരെ നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റുന്നുണ്ട്. പിന്നെ രണ്ടാമത് വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും സയൻസ് പഠിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്ക് SSC എക്സാംസ് അല്ലെങ്കിൽ UPSC എക്സാംസ് ഫേസ് ചെയ്യാൻ ഒരു പേടിയുണ്ട്. പക്ഷെ എല്ലാം നമ്മൾ രണ്ടാമത് പഠിച്ചെടുക്കുന്നതാണ്. പക്ഷെ എന്നാലും അവർക്കൊരു ആങ്സൈറ്റി വന്ന് കാണാറുണ്ട്. പക്ഷെ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം സയൻസിന് ഒരു പ്രത്യേക വെയിറ്റേജ് തന്നെ റെയിൽവേക്കുണ്ട്. സയൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഈ ജനറൽ അവയർനെസ് സെഷനിൽ സയൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എവിടെ വരാറുണ്ട്, റെയിൽവേ എക്സാംസിന് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്കും ഇത് വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സാംസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി പോവാം. നമുക്ക് ആദ്യമുള്ളത് മാത്സ് ആണ്. മാത്സിൽ നമുക്കുള്ളത് 30 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മാത്സിൽ നമുക്ക് ആദ്യം ഉണ്ടാവുക 30 ക്വസ്റ്റ്യൻസ് ആണ്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30 ക്വസ്റ്റ്യൻസ്, ജനറൽ അവയർനെസ്സിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസ്, മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. എത്ര ക്വസ്റ്റ്യൻസ് ആണ്? 100 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ച് 100 മാർക്കും നിങ്ങൾക്ക് കിട്ടും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. 1/3 മാർക്കാണ് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുക. നിങ്ങൾക്ക് ഈ എക്സാമിൽ ടയർ 1-ൽ മൊത്തം മാർക്ക് 100 മാർക്കാണ്. ആ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 90 മിനിറ്റ് സമയമായിരിക്കും കിട്ടുക, അതായത് 1.5 മണിക്കൂർ സമയം. ഇത് തന്നെയാണ് റെയിൽവേ എക്സാംസിനെ രണ്ടാമതും കുറച്ച് ആകർഷണീയമാക്കുന്നത്. കാരണം SSC എക്സാംസിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂർ സമയമാണ് 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കിട്ടുക. അതായത് 60 മിനിറ്റിൽ നിങ്ങൾ 100 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം. ഇവിടെ ആണെങ്കിലോ ഇവിടെ 1.5 മണിക്കൂർ 90 മിനിറ്റിലാണ് നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അതിലും 40 ക്വസ്റ്റ്യൻസ് എന്താണ്, GK ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മാത്സിനും റീസണിങ്ങിനും നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ റെയിൽവേ എക്സാംസ് നിങ്ങൾക്ക് നല്ലോണം ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. നമ്മൾ ജസ്റ്റ് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം മതി. ഒരു ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യണം, സ്മാർട്ട് വർക്ക് ചെയ്യണം. അതിന് നിങ്ങൾ എന്തറിയണം, സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം. അതാണ് നമ്മൾ ഇന്നിവിടെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ടയർ 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് എന്താണ്, ടയർ 2 അല്ലേ. ടയർ 2 ആണ്. ടയർ 2-ലും നമുക്കുള്ളത് മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ആണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ്റെ നമ്പറിൽ മാത്രം ചെറിയൊരു മാറ്റമുണ്ട്. അവിടെ മാത്സ് 30 ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ ഇവിടെ മാത്സ് 35 ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ റീസണിങ് 30 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ റീസണിങ് 35 ക്വസ്റ്റ്യൻ ആയിട്ട് കൂടി. അതുപോലെ തന്നെ GK അവിടെ 40 ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ ഇവിടെ എത്രയായി, 50 ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറി. മൊത്തം 120 ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെയും 1 മാർക്കാണ്, നിങ്ങൾക്ക് 120 മാർക്ക് കിട്ടും. നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് 1/3 മാർക്ക് തന്നെയാണ് ഇവിടെയും നെഗറ്റീവ് മാർക്കായിട്ട് പോകുന്നത്. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ടയർ 1-നേക്കാൾ ടയർ 2 എങ്ങനെയാണ് കുറച്ച് ടഫ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 100 ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് എത്ര സമയം ഉണ്ടായിരുന്നു, 90 മിനിറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ സമയം ഒന്നുകൂടെ കുറയും. ഇവിടെ 120 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ എത്ര സമയമേ കിട്ടത്തുള്ളൂ, 90 മിനിറ്റേ കിട്ടത്തുള്ളൂ. ഓക്കെ, 120 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ എത്ര സമയം കിട്ടും, 90 മിനിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ആയത്. ടയർ 1 ഉണ്ട്, ടയർ 2 ഉണ്ട്. പിന്നെ മെഡിക്കൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിൽ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സിലബസ് നോക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമുക്കുള്ളത് മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, അതുപോലെ തന്നെ GK ഉണ്ട്. അപ്പോൾ മാത്സിലേക്ക് വരുമ്പോൾ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് നോർമൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഫോളോ ചെയ്യുന്ന സിലബസ് തന്നെയാണ് കേട്ടോ. നമുക്ക് നമ്പർ സിസ്റ്റംസ് ഉണ്ടായിരിക്കും, നമ്പർ സിസ്റ്റം ഉണ്ടായിരിക്കും. അതിൻ്റെ തന്നെ ബേസിക് ആയിട്ട് വരുന്ന ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ പ്രപ്പോർഷൻസ്, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്,
ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, എലമെൻ്ററി ഓൾജിബ്ര, ജോമെട്രി, ട്രിഗ്നോമെട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾക്ക് അരിത്തമെറ്റിക്കിൽ നിന്നും അഡ്വാൻസിൽ നിന്നും മാത്സ്, അതായത് അരിത്തമെറ്റിക് മാത്സിൽ നിന്നും അഡ്വാൻസ്ഡ് മാത്സിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് ഓൾജിബ്ര, ജോമെട്രി, ട്രിഗ്നോമെട്രി ഒക്കെ തന്നെ എന്താണ് അഡ്വാൻസ്ഡ് മാത്സിൽ വരുന്നതാണ്. അതുപോലെ തന്നെ എലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ബാക്കി എല്ലാം തന്നെ നിങ്ങൾക്ക് അരിത്തമെറ്റിക് പോർഷൻ ആണ്. നമ്പർ സിസ്റ്റം ഉണ്ട്, HCF LCM ഉണ്ട്, സിംപ്ലിഫിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഡെസിമൽസും ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ റേഷ്യോ പ്രപ്പോർഷൻ ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്, മെൻസുറേഷൻ ഉണ്ട്. മെൻസുറേഷനും അഡ്വാൻസ്ഡ് മാത്സിൽ വരുന്ന ടോപ്പിക്കാണ് കേട്ടോ. പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്, ടൈം ആൻഡ് വർക്ക് ഉണ്ട്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് മാത്സിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നോക്കേണ്ടത് എന്താണ്, നമ്മുടെ റീസണിങ്ങിൻ്റെ കാര്യമാണ്. റീസണിങ്ങിൻ്റെ കാര്യം, റീസണിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ GK ഉണ്ട്. രണ്ടിൻ്റെയും കാര്യം ടോപ്പിക്സും കൂടെ നമ്മൾ ഏകദേശം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾ പ്രിപ്പറേഷൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല, നല്ല രീതിയിൽ പ്രിപ്പറേഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ കാണാം. അവിടെ ഒരുപാട് വീഡിയോസ് NTPCക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടെ സ്പെസിഫൈഡ് ആയിട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തണം, ഫുൾ പ്രിപ്പറേഷൻ നമ്മുടെ ദിശ അക്കാഡമിയുടെ കൂടെ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ആസ് വെൽ ആസ് ഓഫ്ലൈൻ ബാച്ചുകളുണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നമ്പർ പറഞ്ഞു തരാം. ആ നമ്പറിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഡെയിലി ലൈവ് ക്ലാസ്സുകളും മെൻറ്റർ സെഷൻസും മെറ്റീരിയൽസും ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് പുതിയ ദിശ ലേണിംഗ് ആപ്പ് വഴി ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ 8075753676 8075753676. ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാം കേട്ടോ. ഓൺലൈൻ കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. ജസ്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ദിശ അക്കാഡമിയുടെ കൂടെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ്, ഞാൻ പറഞ്ഞെന്ന് മാത്രം. സോ മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ അവയർനെസ് ആണ്. അപ്പോൾ ജനറൽ അവയർനെസ്സിൽ ഒരുപാട് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അപ്പം കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഗെയിംസ്, സ്പോർട്സ്, ആർട്സ് ആൻഡ് കൾച്ചർ, ഇന്ത്യൻ ലിറ്ററേച്ചർസ്, മോണുമെൻറ്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ഇന്ത്യ, ജനറൽ സയൻസ്, ലൈഫ് സയൻസ് അപ് ടു 10th CBSE, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ, physical, social and economical geography of India and world, Indian polity and governance situations and political systems, general scientific and technological developments including space and nuclear programs of India, UN and other important world organizations, environmental issues concerning India and world at large, basics of computers and computer application, common abbreviations, transport systems in India, Indian economy, famous personalities of India and world, flagship government programs, flora and fauna of India, important government and public sector organizations of India. ഏകദേശം ഇത്രയും ടോപ്പിക്കുകളാണ് വരുന്നത്. ഇത്രയും ഞാൻ വായിച്ചെങ്കിലും നമുക്ക് ജനറലൈസ് ചെയ്ത് എങ്ങനെ പറയാം, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മെയിനായിട്ട് എക്സാമിന് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് GK GSൽ നിന്ന് പഠിക്കുന്നത്. ഓക്കെ, ഇനി വരുമ്പോൾ നിങ്ങൾക്ക് റീസണിങ് ആണുള്ളത്. റീസണിങ്ങിൽ നിന്നും കോമൺ ടോപ്പിക്കുകൾ തന്നെയാണ്. അനലോഗീസ് ഉണ്ട്, കോംപ്ലക്ഷൻ ഓഫ് നമ്പേഴ്സ് ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസ്, കോഡിംഗ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, റിലേഷൻഷിപ്സ്, അനലിറ്റിക്കൽ റീസണിങ്, സിലോജിസം, jumbling, Venn diagrams, puzzle, data sufficiency, statement conclusion type questions, statement courses of action, decision making, maps,
ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഗ്രാഫ്സ് എക്സെട്ര. ജനറലി നമുക്ക് റീസണിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം സിലബസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലെ തന്നെ ഡീറ്റെയിൽഡ് സിലബസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നോട്ടിഫിക്കേഷനിൽ നിന്ന് തന്നെ എടുത്തതാണ്, ഏറ്റവും റീസെൻറ്റ് നോട്ടിഫിക്കേഷനിൽ നിന്ന് എടുത്ത സിലബസ് ആണ് ഇത്. അപ്പം ഈ ഒരു സിലബസ് അനുസരിച്ചായിരിക്കും നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. ഓരോ ടോപ്പിക്കും നല്ലോണം പഠിക്കുക, അതിനുശേഷം അതിൻ്റെ മോക്ക് ടെസ്റ്റ് എടുക്കുക, എന്താ പറയുക, റിപ്പീറ്റഡ് ആയിട്ട് ടെസ്റ്റുകൾ ചെയ്യുക, ഒരു ടോപ്പിക്കും വിട്ടുപോവാതെ. കഴിഞ്ഞ NTPC എക്സാംസിന് ചോദിച്ച് ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ GK ഒക്കെ കണ്ടാൽ മനസ്സിലാവും, ഈ GKയിൽ ഇത്രയും ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്നെല്ലാം എന്താണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ കൺഫ്യൂഷൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എന്താ പറയുക ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു വെച്ച് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നാണ് വന്നത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്, അതുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്ടേഴ്സ്, അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ. ഇപ്പോൾ മാത്സ് ആയാലും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക. അങ്ങനെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ഏത് ലെവൽ വരെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും. ഒരു എക്സാമിനെ പറ്റി നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നത് ആ എക്സാമിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് അത് സോൾവ് ചെയ്ത് പഠിക്കുക, സിലബസ് നല്ലോണം പഠിക്കുക, കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നോക്കാം. അവിടെ നമ്മുടെ മെയിൻ ചാനലിനകത്ത്, അതായത് ഈ ചാനലിനകത്ത് രാത്രി 9 മണിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് എല്ലാ ദിവസവും തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ ടോപ്പിക്കിൽ നിന്നും ഒരു മിനിമം കണ്ടന്റ്, നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആ ഫാക്കൽറ്റീസിൻ്റെ കുറച്ചുകൂടെ നല്ല ഗൈഡൻസ് വേണം എന്നുണ്ടെങ്കിൽ ഇതേ ഫാക്കൽറ്റീസ് തന്നെയാണ് നമ്മുടെ ആപ്പിലും ക്ലാസ് എടുക്കുന്നത്. അപ്പം അവരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. വളരെ ചെറിയ ഫീസിലാണ് NTPCയുടെ കോഴ്സ് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്പർ ഉണ്ടല്ലോ 8075753676 8075753676 ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അന്വേഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് അഫോർഡബിൾ ആണെങ്കിൽ വാങ്ങിക്കാം. കോഴ്സിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് 1-to-1 ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളാണ്. അതിനോടൊപ്പം തന്നെ ലൈവിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് കിട്ടും, മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും, മോക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ പിന്നെ മെൻറ്റർ സപ്പോർട്ടും കിട്ടും കേട്ടോ, മെൻറ്റർ സപ്പോർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതും പറ്റിയും കൺസിഡർ ചെയ്യാം. എന്തായാലും നിങ്ങൾ യൂട്യൂബിൽ കിട്ടുന്ന കണ്ടൻറ്റ് മിസ് ചെയ്യാതെ പഠിക്കുക, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നല്ലോണം പഠിക്കുക. ഒരു 4-5 മാസത്തിനകത്ത് എക്സാം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ സിലബസ് എല്ലാം ക്ലിയർ ചെയ്ത് നല്ല മാക്സിമം മോക്കൊക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാവരും പെട്ടെന്ന് തന്നെ എക്സാം ക്ലിയർ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. ബൈ.